ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സി എസ് സമ്മിറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ജൂൺ മന്തിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സാണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് രാജീവ് മെമാനി ടേക്സ് ചാർജ് ആസ് CII പ്രസിഡൻറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 26. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആണ് CIIയുടെ പ്രസിഡൻ്റായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? രാജീവ് മെമാനിയാണ്. രാജീവ് മെമാനി ഏൺസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ ചെയർമാൻ ആൻഡ് CEO ആണ്. സോ ഇതിനു മുന്നേ ഈ പദവിയിൽ ഉണ്ടായിരുന്നത് സഞ്ജീവ് പൂരി ആയിരുന്നു. സഞ്ജീവ് പൂരി ITCയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. ഈ CII എന്താണ്? CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. അതൊരു നോൺ ഗവൺമെൻറ്റും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യശസ്വി സോളങ്കി ഫസ്റ്റ് വുമൺ നേവി ഓഫീസർ ടു ബിക്കം പ്രസിഡൻറ്റ്സ് AD ക്യാമ്പ് ADC. സോ പ്രസിഡൻറ്റിന് ചുറ്റും സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ടാവുമല്ലോ. സോ അതിനാണ് AD ക്യാമ്പ്. അതിൽ തന്നെ ഫസ്റ്റ് വുമൺ നേവി ഓഫീസറായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? യശസ്വി സോളങ്കിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വുമൺ നേവി ഓഫീസർ. ഇവർ പ്രസിഡൻറ്റിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സാണ്. ഈ ADCയിൽ 5 മെമ്പേഴ്സായിരിക്കും ADCയിൽ ഉണ്ടാവുക. അതിൽ 3 ഇന്ത്യൻ ആർമിയിൽ നിന്നും 1 ഇന്ത്യൻ നേവിയിൽ നിന്നും അതേപോലെ തന്നെ 1 ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ആണ്. സോ ഏതാണ് അപ്പോയിൻമെൻറ്റ്? ADCയിലെ ഫസ്റ്റ് വുമൻ നേവി ഓഫീസറായിട്ട് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? യശസ്വി സോളങ്കി. ഓക്കെ. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് പരാഗ് ജെയിൻ അപ്പോയിൻറ്റഡ് ആസ് ന്യൂ ചീഫ് ഫോർ 2 year term. അപ്പോൾ റോൻ്റെ ചീഫായിട്ട് പരാഗ് ജെയിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അഥവാ സെക്രട്ടറി ഓഫ് ദ ഓക്കെ. ഇതിന് മുന്നേ ആ പൊസിഷനിൽ ഉണ്ടായിരുന്നത് രവി സിൻഹയായിരുന്നു. നെക്സ്റ്റ് ഒരു അപ്പോയിൻമെൻ്റ് ആണ് എക്കണോമിസ്റ്റ് S. മഹേന്ദ്രദേവ് അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് EACPM. EACPM എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിന് എക്കണോമിക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് അഡ്വൈസസ് കൊടുക്കുന്ന ഒരു കൗൺസിലാണ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ. സോ അതിൻ്റെ ചെയർമാനായിട്ട് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? S. മഹേന്ദ്രദേവ്. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് ഫോമർ എയർ ഇന്ത്യ ചീഫ് അശ്വനി ലൊഹാനി അപ്പോയിൻറ്റഡ് ആസ് ദ ഡയറക്ടർ ഓഫ് PMML. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ PMMLൻ്റെ ചീഫായിട്ട് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? അശ്വനി ലൊഹാനി. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് ഇന്ത്യ ഹാസ് അപ്പോയിൻറ്റഡ് അലിയാവതി ലോങ് കുമാർ ആസ് അംബാസഡർ ടു നോർത്ത് കൊറിയ. ഇന്ത്യയുടെ അംബാസഡറായിട്ട് നോർത്ത് കൊറിയയിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? അലിയാവതി ലോങ് കുമാർ. നെക്സ്റ്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആൻഡ് CEO ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? ആശീഷ് പാണ്ഡെനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അതേപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആൻഡ് CEO ആയിട്ട് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? കല്യാൺ കുമാറാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആൻഡ് CEO. നെക്സ്റ്റ് നമുക്കറിയാം ഫേമസ് ബ്രാൻഡായിട്ടുള്ള ഡെറ്റോൾ അവരുടെ ഒരു ബ്രാൻഡ് അംബാസഡറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആരാണ് ബ്രാൻഡ് അംബാസഡർ? മഹേന്ദ്ര സിംഗ് ധോണിയാണ് ബ്രാൻഡ് അംബാസഡർ. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് എന്താണ്? ശിവസുബ്രഹ്മണ്യൻ രാമൻ took charge as chairperson of PFRDA. PFRDA പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. സോ PFRDAയുടെ ചെയർപേഴ്സണായിട്ട് ആരാണ് ചാർജ് എടുത്തിരിക്കുന്നത്? ശിവസുബ്രഹ്മണ്യൻ രാമൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇൻഡെക്സ് റിപ്പോർട്ട്സ് ആണ്. ഫസ്റ്റ് ഇൻഡെക്സ് ആണ് ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് 2025. ഹുറുൺസ് ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ്. എന്താണ് യൂണിക്കോൺ? യൂണിക്കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരിക്കും, ഒരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനി. അവരുടെ വാല്യുവേഷൻ ഒരു $1 billion അടുത്ത് വേണം. അങ്ങനെയാണ് ആ സ്റ്റാർട്ടപ്പിനെ യൂണിക്കോണായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ മൊത്തം വേൾഡിൽ 1523 യൂണിക്കോൺ, അതായത് പ്രൈവറ്റ്ലി ഹെൽഡ് സ്റ്റാർട്ടപ്സ് ഉണ്ട്. സോ അതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ വന്നിരിക്കുന്നത് USA ആണ്. USAക്ക് 758 യൂണിക്കോൺസ് ആണ് ഉള്ളത്. അതിൽ തന്നെ USA തന്നെ സാൻ ഫ്രാൻസിസ്കോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ യൂണിക്കോൺസ് ഉള്ളത്. 199 യൂണിക്കോൺസ് ആണ് സാൻ ഫ്രാൻസിസ്കോയിൽ ഉള്ളത്. സോ വേൾഡിൽ തന്നെ യൂണിക്കോൺ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോനാണ്. ഓക്കെ. പിന്നെ സെക്കൻഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ചൈനയാണ്. ഇന്ത്യ തേർഡ് പൊസിഷനിലാണുള്ളത്. ഇന്ത്യയിൽ 64 സ്റ്റാർട്ടപ്സ്, അതായത് 64 യൂണിക്കോൺസ് ആണുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ സിറ്റീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 7ാമത്തെ റാങ്കിൽ ബാംഗ്ലൂർ വരും.
പിന്നെ മുംബൈ 22nd റാങ്കിൽ വരും, ഗുരുഗ്രാം 27. സോ ബാംഗ്ലൂരിലാണ് കൂടുതൽ, പിന്നെ മുംബൈ, പിന്നെ ഗുരുഗ്രാമിലാണ് വരുന്നത്. രണ്ട് പ്രൈമറി സെക്ടേഴ്സ്, ഇന്ത്യയിൽ തന്നെ രണ്ട് പ്രൈമറി സെക്ടേഴ്സ് ആയിട്ടുള്ള ഫിൻടെക്കിലും ഗെയിമിങ്ങിലുമാണ് കൂടുതൽ സ്റ്റാർട്ടപ്പ്സ്, കൂടുതൽ യൂണിക്കോൺസ് ഉള്ളത്. പിന്നെ എക്സാമ്പിൾ ആയിട്ടുള്ള സെറോദ, Dream11, റെസോർപേ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. അടുത്തൊരു ഇൻഡെക്സ് ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025. ഈ ഇൻഡെക്സ് പ്രകാരം ഒരു കൺട്രിയിൽ ജെൻഡേഴ്സ് തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ടാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് പബ്ലിഷ് ചെയ്യുന്നത്. മൊത്തം 148 കൺട്രീസിനെ ഇവർ മെഷർ ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ റാങ്ക് 131 ആണ്. കഴിഞ്ഞ പ്രാവശ്യം 121 ആയിരുന്നു ഇന്ത്യയുടെ റാങ്ക്. ഇപ്പോൾ 2 പൊസിഷൻ സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്, 131 ആയി. 64.1% ആണ് ഇന്ത്യയുടെ സ്കോർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 3 കൺട്രീസും ബോട്ടം 3 കൺട്രീസും നോക്കാം. ടോപ്പ് 3 കൺട്രീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഐസ്ലൻഡ് ആണ്. ഫസ്റ്റ് റാങ്ക് ഐസ്ലൻഡ് ആണ്. ഐസ്ലൻഡ് സ്കോർ നോക്കൂ, 92.6% ആണ്. സോ അത്രയും കുറവാണ് ജെൻഡർ ഗ്യാപ്പ് അവിടെ. സെക്കൻഡ് വന്നിരിക്കുന്നത് ഫിൻലാൻഡ് ആണ്. തേർഡ് നോർവേ. നെക്സ്റ്റ് ബോട്ടം 3 കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ സ്കോർ നോക്കൂ, 56 ആണ്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് സുഡാനും 146th റാങ്ക് ഛഡിനാണ് വന്നിരിക്കുന്നത്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. മെയിനായിട്ട് 4 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? എക്കണോമിക് പാർട്ടിസിപ്പേഷൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, സെക്കൻഡ് വൺ എഡ്യൂക്കേഷൻ അറ്റൈൻമെൻറ്റ്, തേർഡ് വൺ ഹെൽത്ത് ആൻഡ് സർവൈവൽ, ഫോർത്ത് വൺ പൊളിറ്റിക്കൽ എംപവർമെൻറ്റ്. ഇതൊക്കെയാണ് 4 പാരാമീറ്റേഴ്സ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു ഇൻഡെക്സ് ആണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് CCPI 2025. ഈ ഇൻഡെക്സ് പ്രകാരം ഈ ഇൻഡെക്സ് എന്താ മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൺട്രി ക്ലൈമറ്റ് ചേഞ്ചിന് എതിരായിട്ട് എത്രത്തോളം മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് ഈ ഇൻഡെക്സ് അനലൈസ് ചെയ്യുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. ഓക്കെ, ഇതാരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ജർമ്മൻ വാച്ച്, ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ. ഈ 3 പേരെയും കൂടി കമ്പൈൻഡ് ഒരു റിലീസാണ് CCPI 2025. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ 3 പൊസിഷൻസ് വേക്കൻ്റ് ആണ്. അത്രയും ടോപ്പായിട്ട് ഈ ഒരു കൺട്രിയും ആ റേറ്റിങ്ങിൽ എത്തിയിട്ടില്ല. സോ ഫസ്റ്റത്തെ 3 പൊസിഷൻസ് വേക്കൻ്റ് ആണ്. സോ ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് 4th പൊസിഷനാണ്. അത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിനാണ് 4th പൊസിഷൻ. ഇന്ത്യയുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ 10th ആണ്. ഇന്ത്യ റാങ്ക്സ് 10th. ഏറ്റവും ബോട്ടം, ഏറ്റവും ലീസ്റ്റ് ആരാണ്? ഇറാനാണ്. ഓക്കെ, ഇവർ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയമെൻഷൻസ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? GHG എമിഷൻസ്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് എത്രത്തോളം ഉണ്ട്, റിന്യൂവബിൾ എനർജി യൂസ് ആൻഡ് ക്ലൈമറ്റ് പോളിസി. സോ ഈ 4 പാരാമീറ്റേഴ്സ് ഇവർ യൂസ് ചെയ്തിട്ടാണ് ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിപ്പോർട്ടാണ് കേരള ടോപ്സ് നാഷണൽ ഇവാലുവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ 2020-2025. ഈ റിപ്പോർട്ട് പ്രകാരം, അതായത് മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ MEE ഓഫ് നാഷണൽ പാർക്സ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഇപ്പോൾ നമ്മുടെ ഓരോ സ്റ്റേറ്റിൽ, ഇന്ത്യയിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും ഇപ്പോൾ നാഷണൽ പാർക്സ് ഉണ്ടാവും, ചില പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പാർക്സ്, നാഷണൽ പാർക്സും പ്രൊട്ടക്റ്റഡ് ഏരിയാസൊക്കെ എത്രത്തോളം വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് അനലൈസ് ചെയ്യുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്ന സ്റ്റേറ്റ് കേരളയാണ്. കേരളയ്ക്ക് മാത്രമാണ് വെരി ഗുഡ് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. കേരളയുടെ സ്കോർ 76.22% ആണ് കേരളയുടെ സ്കോർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഏതാണ്? യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് മിനിസ്ട്രി വരുന്നത്. പിന്നെ അതർ ടോപ്പ് സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ കർണാടക ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്ക്, കേരളയിലുള്ള ഇരവികുളം നാഷണൽ പാർക്കിനും അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഡച്ചിംഗം നാഷണൽ പാർക്കിനും ഹയസ്റ്റ് സ്കോർ കിട്ടിയിട്ടുണ്ട്. 92.97% ഈ 2 നാഷണൽ പാർക്കിനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ടോപ്പ് യൂണിയൻ ടെറിട്ടറി ചണ്ഡീഗറാണ്. ചണ്ഡീഗഡിന് 85.16%. ഏറ്റവും ലോവസ്റ്റ് വന്നിരിക്കുന്നത് പുവർ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് ലഡാക്കാണ്. ലഡാക്കിന് 34.9% കിട്ടിയിരിക്കുന്നത്. അതാണ് ഈ റിപ്പോർട്ട്. നെക്സ്റ്റ് ഒരു റിപ്പോർട്ടാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്, IEP ആണ് റിലീസ് ചെയ്യുന്നത്. ഇത് 10th എഡിഷൻ ആണ്. മൊത്തം 163 കൺട്രീസിനാണ് ഈ ഇൻഡെക്സിൽ അനലൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ റാങ്ക് 115 ആണ്. ഇന്ത്യയുടെ റാങ്ക് 2.229 GPI സ്കോറാണ് ഇന്ത്യക്ക് കിട്ടിയത്. 115 ആണ് ഇന്ത്യയുടെ റാങ്ക്. ഓക്കെ,
ടോപ്പ് 3 കൺട്രീസ് നോക്കൂ. ഐസ്ലാൻഡ്, ഓസ്ട്രിയ, ന്യൂസിലാൻഡ് ആണ് ടോപ്പ് 3 കൺട്രീസ്. ഏറ്റവും ലീസ്റ്റ് പീസ്ഫുൾ കൺട്രി, അതായത് ഏറ്റവും ലോവസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇതാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. അടുത്ത ഇൻഡെക്സ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻഡെക്സ്, SDG ഇൻഡെക്സ് 2025. ഈ ഇൻഡെക്സ് പ്രകാരം നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എത്ര എണ്ണമാണുള്ളത്? 17 എണ്ണമാണുള്ളത്. സോ ഇതിനൊരു ഷോർട്ട് വീഡിയോ നമ്മൾ യൂട്യൂബ് ഷോർട്സിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇത് എന്താ അനലൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കൺട്രീസ് എത്രത്തോളം പ്രോഗ്രസ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഈ ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ഇന്ത്യയുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എത്രയാണ്? 99th റാങ്കാണ് ഇന്ത്യയുടെ റാങ്ക്. മൊത്തം 167 കൺട്രീസാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്കോർ 67 ആണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ടോപ്പ് 100 വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 99 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ടോപ്പ് 100 വന്നിരിക്കുന്നത്. ടോപ്പ് 3 കൺട്രീസ് ഏതൊക്കെയാണ്? ഫിൻലാൻഡ്, സെക്കൻഡ് വന്നിരിക്കുന്നത് സ്വീഡൻ, തേർഡ് ഡെൻമാർക്ക്. നെക്സ്റ്റ് ഇൻഡെക്സ് ആണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025. ETI റിലീസ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഇന്ത്യയുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ 71 ആണ് ഇന്ത്യയുടെ റാങ്ക്. മൊത്തം 118 കൺട്രീസ് അനലൈസ് ചെയ്തിട്ട് 71 ആണ് ഇന്ത്യയുടെ റാങ്ക്. ടോപ്പ് 3 കൺട്രീസ് ഏതാ? സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്. ഇതാണ് ടോപ്പ് 3 കൺട്രീസ്. ഏറ്റവും ലോവസ്റ്റ് കൺട്രി കോങ്കോ ആണ്. ഓക്കെ, ETI മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഡയമെൻഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി, ഇക്വിറ്റി. ഈ 3 ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ടാണ് ETI എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു റിപ്പോർട്ടാണ് QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2026. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ടോപ്പ് വന്നിരിക്കുന്നത് IIT ഡൽഹിയാണ്. IIT ഡൽഹിയുടെ റാങ്ക് 123rd ആണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇന്ത്യയിൽ നിന്ന് ടോപ്പ് വന്നിരിക്കുന്നത് ഏതാണ്? IIT ഡൽഹി. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2026. അതാണ് നമ്മുടെ ഇൻഡെക്സ് ആൻഡ് റിപ്പോർട്ട്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് നാഷണൽ ന്യൂസ്. ഫസ്റ്റ് ന്യൂസ് നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഡ്രസ്സസ് 81st IATA ആനുവൽ ജനറൽ മീറ്റിംഗ് അറ്റ് ഭാരത് മണ്ഡപം. IATAയുടെ 81st ആനുവൽ ജനറൽ മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ഇന്ത്യയിൽ, ഡൽഹിയിലാണ് നടന്നത്. PM മോദിയാണ് മീറ്റിംഗ് അഡ്രസ്സ് ചെയ്തത്. എന്താ IATA? ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആണ് IATAയുടെ ഫുൾ ഫോം. ആദ്യമായിട്ട് 42 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് IATAയുടെ. നെക്സ്റ്റ് IATA ആനുവൽ ജനറൽ മീറ്റിംഗ് എവിടെയാണ്? ബ്രസീലിലാണ്. 2026 ബ്രസീലിലാണ് നെക്സ്റ്റ് IATA's ആനുവൽ ജനറൽ മീറ്റിംഗ് വരുന്നത്. ഇപ്പോൾ വേൾഡിൽ തന്നെ ഏവിയേഷൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ ആണ് വേൾഡ്സ് 3rd ലാർജസ്റ്റ് ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ആഫ്റ്റർ USA ആൻഡ് ചൈന. USAയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യ ആണ് 3rd ലാർജസ്റ്റ് ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ്. IATA എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് April 1945 ഹവാന, ക്യൂബയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മോൺട്രിയൽ, കാനഡ. അവിടെയാണ് IATAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഡയറക്ടർ ജനറൽ ഓഫ് IATA, കറണ്ട് ഡയറക്ടർ ജനറൽ ആണ് വില്ലി വാഷ് ആണ് കറണ്ട് IATAയുടെ ഡയറക്ടർ ജനറൽ. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്ത്യ ലോഞ്ചേഴ്സ് ഭാരത് ജൻ മൾട്ടി മോഡൽ LLM ഇനീഷ്യേറ്റീവ്. ഭാരത് ജൻ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റായിട്ട് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ്, അതായത് ഇന്ത്യയിൽ ആണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. AI ബേസ്ഡ് മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്. ഒരു AI ബേസ്ഡ് മോഡലാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമേജോ സ്പീച്ചോ ടെക്സ്റ്റോ, അപ്പോൾ ഈ ഭാരത് ജൻ ഡീൽ ചെയ്യുന്നത് 22 ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് ഭാരത് ജൻ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്ത്യ ബിൽഡ്സ് ഫസ്റ്റ് വൈൽഡ് ലൈഫ് കോറിഡോർ ഓൺ നാഷണൽ ഹൈവേ. അപ്പോൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ഫസ്റ്റ് വൈൽഡ് ലൈഫ് കോറിഡോർ ബിൽഡ് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യയിലത്തെ ഫസ്റ്റ്. അത് ആക്ച്വലി എന്തിനാണ്? അനിമലിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇമേജ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതാ കോറിഡോർ, നാഷണൽ ഹൈവേയുടെ മുകളിലാണ് കോറിഡോർ വരുന്നത്. ഏത് എക്സ്പ്രസ് വേയിലാണ്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് അനിമൽ ഓവർപാസ് കോറിഡോർ ഉള്ളത്. 12 കിലോമീറ്ററാണ് ഈ കോറിഡോറിൻ്റെ ലെങ്ത് വരുന്നത്. ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് ഓവർപാസ് കോറിഡോറാണ് അനിമൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് അനിമൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വൈൽഡ് ലൈഫ് കോറിഡോർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. സാഗർമാല ഫിനാൻസ് ടേൺസ് ഇൻ ടു ഇന്ത്യാസ് ഫസ്റ്റ് മാരിടൈം NBFC ആഫ്റ്റർ രജിസ്റ്ററിങ് വിത്ത് RBI. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് മാരിടൈം, മറൈൻ, അത് ഷിപ്പ്, പോർട്സ് ഒക്കെ അസോസിയേറ്റ് ആയിട്ടുള്ള NBFC, നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ ഏതാണ്? സാഗർമാല ഫിനാൻസ് ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് മാരിടൈം NBFC ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് ആയിട്ടുള്ള
സർബാനന്ദ സോനോവാലാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. RBI ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SMFC അതായത് സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരു മിനി രത്ന കമ്പനിയാണ്. സാഗർമാലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ലോക്പാൽ ഓഫ് ഇന്ത്യ അഡോപ്റ്റ്സ് ന്യൂ മോട്ടോ എംപവർ സിറ്റിസൻസ് എക്സ്പോസ് കറപ്ഷൻ. ലോക്പാൽ ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവരെയൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കറപ്ഷൻസോ എന്തെങ്കിലും കറപ്ഷൻ ആക്ടിവിറ്റീസോ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോഡിയാണ് ലോക്പാൽ ഓഫ് ഇന്ത്യ. സോ ലോക്പാൽ ഓഫ് ഇന്ത്യയുടെ പുതിയ മോട്ടോ ആണ് എംപവർ സിറ്റിസൻസ് എക്സ്പോസ് കറപ്ഷൻ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾഡ് മോട്ടോ ആയിരുന്നു മാ ഗൃത കസ്യാസ് വിത്ത് ധനം, ഡു നോട്ട് ബി ഗ്രീഡി ഫോർ എനിവൻസ് വെൽത്ത്. ന്യൂ മോട്ടോ ആണ് എംപവർ സിറ്റിസൻസ് എക്സ്പോസ് കറപ്ഷൻ. ലോക്പാൽ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ട് വന്നിട്ട് അതിൻ്റെ ബേസിസിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആവാം അല്ലെങ്കിൽ ഒരു ബോഡി ആവാം. ഏത് ആക്ടിൻ്റെ അണ്ടറിൽ വന്നത്? ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് 2013 അണ്ടറിലാണ് ലോക്പാൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 16th January 2014 ലോക്പാൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 16th January നമ്മൾ ലോക്പാൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, 16th January. പിന്നെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയർപേഴ്സൺ ലോക്പാൽ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ചെയർപേഴ്സൺ ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷാണ് ഫസ്റ്റ് ചെയർപേഴ്സൺ. കറണ്ട് ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് അജയ് മാണിക്റാവു ഖാൻവിൽക്കർ ആണ് കറണ്ട് ചെയർപേഴ്സൺ. അപ്പോൾ ലോക്പാൽ ഓഫ് ഇന്ത്യയുടെ മോട്ടോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഓർത്തിരിക്കണം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. UPSC ലോഞ്ചസ് പ്രതിഭ സേതു ടു കണക്ട് ടോപ്പ് ടാലൻറ്റ് വിത്ത് എംപ്ലോയേഴ്സ് ഇൻക്ലൂഡിങ് പ്രൈവറ്റ് സെക്ടർ. ഇപ്പോൾ നമ്മൾ UPSC നമുക്ക് ഓൾറെഡി അറിയാം, പല ലെവൽസ് ഉണ്ടാവും UPSC എക്സാംസിന്. അപ്പോൾ ചിലവർ ഇൻ്റർവ്യൂ എത്തിയിട്ട് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാണ്ട് പോയ ആൾക്കാരുണ്ടാവും. സോ അത്രയും ടാലൻറ്റഡ് ആസ്പിറൻസ് ആയിരിക്കും അവിടെ എത്തിയിട്ട്. സോ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ബാക്കി എംപ്ലോയീസിനെ ഇൻക്ലൂഡിങ് പ്രൈവറ്റ് സെക്ടേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം UPSC ലോഞ്ച് ചെയ്തതാണ് പ്രതിഭ സേതു. ഓക്കെ, പ്രതിഭ സേതുവിൽ പ്രതിഭ സ്റ്റാൻഡ്സ് ഫോർ പ്രൊഫഷണൽ റിസോഴ്സ് ആൻഡ് ടാലൻറ്റ് ഇൻ്റഗ്രേഷൻ ബ്രിഡ്ജ് ഫോർ ഹയറിംഗ് ആസ്പിറൻസ്. ഇതിന് മുന്നേ പ്രതിഭ സേതു ഈ ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ പബ്ലിക് ഡിസ്ക്ലോഷർ സ്കീം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്രതിഭ സേതു ആരായി ലോഞ്ച് ചെയ്തത്? UPSC. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ലോക്സഭ സ്പീക്കർ ഓം ബിർള ഇനോഗ്രേറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓഫ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ഇൻ മുംബൈ. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ഒരു നാഷണൽ കോൺഫറൻസ് നമ്മുടെ ലോക്സഭ സ്പീക്കറായിട്ടുള്ള ഓം ബിർള ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഓവർസൈറ്റ് കമ്മിറ്റിയാണ്. പാർലമെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഒക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ഈ കമ്മിറ്റി 1950 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെമ്പേഴ്സ് ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയത്തെ മെമ്പേഴ്സായിരിക്കും, 30 മെമ്പേഴ്സായിരിക്കും ഫ്രം ലോക്സഭ. പക്ഷേ കറണ്ട് മിനിസ്റ്റേഴ്സിന് ഇതിൽ മെമ്പേഴ്സ് ആവാൻ പറ്റില്ല. 30 മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റും അതേപോലെ തന്നെ എക്സ്ക്ലൂഡിങ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും ഈ കമ്മിറ്റിയിൽ വരുന്നത്. ചെയർപേഴ്സൺ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ലോക്സഭ സ്പീക്കറായിരിക്കും ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ന്യൂസാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഗ്യാൻ പോസ്റ്റ്. ഗ്യാൻ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ഗ്യാൻ പോസ്റ്റ്? ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുക്സ്, ഇപ്പോൾ എഡ്യൂക്കേഷണൽ ബുക്സോ റിലീജിയസ് ബുക്സോ കൾച്ചറൽ ബുക്സോ എന്ത് വേണമെങ്കിലും അഫോർഡബിൾ ചാർജിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഗ്യാൻ പോസ്റ്റ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. വൈബ്രേക്ക്. എന്താ വൈബ്രേക്ക്? വൈബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ള ഒരു യോഗയുടെ ഒരു ഗൈഡ്, ഒരു കുഞ്ഞു മൊഡ്യൂളാണ് വൈബ്രേക്ക്. മിനിസ്ട്രി ഓഫ് ആയുഷാണ് ഈ വൈബ്രേക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഫോർ പ്രൊമോട്ടിംഗ് വെൽബീയിങ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ വർക്ക് പ്ലേസ് സെറ്റിങ്സ്. ഇപ്പോൾ നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് ചെയ്യണ കുറച്ച് യോഗ പൊസിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മൊഡ്യൂളാണ് വൈബ്രേക്ക്. നെക്സ്റ്റ് ആണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുമ്പോൾ ഇന്ത്യ ലോഞ്ച് ചെയ്തൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. നമുക്ക് ഓൾറെഡി അറിയാം, ഇറാനിലൊക്കെ വാർ നടന്നിരുന്നല്ലോ. സോ അവിടെ നിന്ന് ഇന്ത്യൻ ഒഫീഷ്യൽസിനെ ഇന്ത്യക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ്. നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു? നാഷണൽ ന്യൂസ്, അപ്പോയിൻമെൻറ്റ്സ്, അതുപോലെ തന്നെ ഇൻഡെക്സും റിപ്പോർട്ട്സും കവർ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. CCPI റിഗാർഡിംഗ് CCPI ആണ് 2025. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇറ്റ് ഈസ് ജോയിൻ്റ്ലി പബ്ലിഷ്ഡ് ബൈ ജർമ്മൻ വാച്ച്. ദെൻ സെക്കൻഡ്, Denmark has retained its rank as the top country in the CCPI 2025. യെസ്, ഡെൻമാർക്കായിരുന്നു ടോപ്പ് റാങ്ക് ആയിരുന്നു. ഡെൻമാർക്കിൻ്റെ റാങ്ക് 4th ആണെങ്കിലും ഫസ്റ്റ് 3 പൊസിഷൻ വാക്കൻ്റ് ആയിരുന്നു.
ദെൻ തേർഡ് ഓപ്ഷൻ എന്തായിരുന്നു? ഇന്ത്യ റാങ്ക്ഡ് 12th ഇൻ ഇൻഡെക്സ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഇന്ത്യയുടെ റാങ്ക് 10th ആയിരുന്നു അല്ലേ? 10th ആണ്. സോ ഫസ്റ്റ് 1 and 2 ആണ് കറക്റ്റ് വരുന്നത്. യെസ്, 1 and 2 ആണ് ഇത് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു വേൾഡ് എക്കണോമിക് ഫോറംസ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025, വാട്ട് ഇസ് ഇന്ത്യാസ് റാങ്ക് എമംഗ് 148 കൺട്രീസ്? അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 131 ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിഗാർഡിംഗ് മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ MEE. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അസം ഈസ് ദ ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ് വിത്ത് എ വെരി ഗുഡ് റേറ്റിംഗ് ആൻഡ് എ സ്കോർ അബവ് 75%. അസം ആയിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ്. കേരള ആയിരുന്നില്ലേ? വെരി ഗുഡ് റേറ്റിംഗ് കേരളയ്ക്ക് മാത്രമല്ലേ കിട്ടിയത്? യെസ്, കേരള ആണത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ലഡാക്ക് യൂണിയൻ ടെറിട്ടറി റിസീവ്ഡ് എ പുവർ റേറ്റിംഗ് ഇൻ ദ ഇവാലുവേഷൻ. അത് കറക്റ്റ് ആയിരുന്നു. അപ്പം ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. Next question. What is India's rank in the Hurun Global Unicorn Index 2025? Hurun Global Unicorn Index 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഓപ്ഷൻ സി 3 ആണ് ഇന്ത്യയുടെ റാങ്ക്. തേർഡ് റാങ്ക് ആണ് ഇന്ത്യക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Global Peace Index 2025 is published by which of the following organizations? ഏത് ഓർഗനൈസേഷനാണ് പീസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്, IEP ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിഗാർഡിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻഡെക്സ് SDG ഇൻഡെക്സ് 2025. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇന്ത്യ റാങ്ക്സ് 89th വിത്ത് എ സ്കോർ ഓഫ് 67. നമ്മൾ പഠിച്ചു ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ടോപ്പ് 100 വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻഡെക്സിൽ. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 89 ആയിരുന്നില്ല, 99 ആയിരുന്നു അല്ലേ? 99 ആണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. ഫിൻലാൻഡ് ഹോൾഡ്സ് ദ ഫസ്റ്റ് പൊസിഷൻ ഗ്ലോബലി ഓൺ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്. ഫസ്റ്റ് വൺ റോങ് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ ബി 2 ഓൺലി. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ETI 2025? എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്തായിരുന്നു? 71st റാങ്ക് ആയിരുന്നു ഇന്ത്യയുടെ. സോ ഓപ്ഷൻ സി 71 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്. ലെഫ്റ്റനൻറ്റ് കമാൻഡർ യശസ്വി സോളങ്കി റീസെൻ്റ്ലി ക്രിയേറ്റഡ് ഹിസ്റ്ററി ബൈ ബിക്കമിംഗ് ദ ഫസ്റ്റ് വുമൻ ടു ബി അപ്പോയിൻറ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രസ്റ്റീജിയസ് പൊസിഷൻ? യശസ്വി സോളങ്കി ഏത് പൊസിഷനിലേക്കാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് അപ്പോയിൻമെൻറ്റ് നടന്നത്? പ്രസിഡൻറ്റിൻ്റെ എയ്ഡേ ഡി ക്യാമ്പ് അല്ലേ? ഓപ്ഷൻ സി എയ്ഡേ ഡി ക്യാമ്പ് ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗവൺമെൻറ് ഹാസ് അപ്പോയിൻറ്റഡ് ഡാഷ് ആസ് ദ നെക്സ്റ്റ് സെക്രട്ടറി ഓഫ് ദ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. റോൻ്റെ സെക്രട്ടറി ആയിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? പരാഗ് ജെയിൻ ആണ്. ഓപ്ഷൻ ബി പരാഗ് ജെയിൻ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു IATA റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ വാസ് ഫൗണ്ടഡ് ഇൻ 1945 ഇൻ ഹവാന, ക്യൂബ. അതെ, 1945 ഹവാന, ക്യൂബയിലാണ് ഫൗണ്ട് ചെയ്തത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IATA ഇസ് ലൊക്കേറ്റഡ് ഇൻ മോൺട്രിയൽ, കാനഡ. അത് കറക്റ്റല്ലേ? യെസ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യ ഈസ് ഹോസ്റ്റിംഗ് ദ IATA ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ 2025 ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്യുന്നത്? യെസ്, 81st എഡിഷൻ ആയിരുന്നു. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ ഡി 1, 2 and 3 റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഭാരത് ജെൻ ബെസ്റ്റ് നോൺ ഫോർ? എന്താണ് ഭാരത് ജെൻ? എന്തായിരുന്നു ഭാരത് ജെൻ? ഇന്ത്യാസ് ഫസ്റ്റ് ഗവൺമെൻറ് ബാക്ക്ഡ് മൾട്ടി മോഡൽ AI ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. Next question. On which expressway has India's first wildlife overpass corridor been constructed by National Highway Authority of India? NHAI ഫസ്റ്റ് വൈൽഡ് ലൈഫ് ഓവർപാസ് കൊറിഡോർ ഏത് ഹൈവേയിലായിരുന്നു കൺസ്ട്രക്ട് ചെയ്തത്? ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ അല്ലേ? യെസ്, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് NBFC നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ ഡെഡിക്കേറ്റഡ് ടു ദ മാരിടൈം സെക്ടർ. അതെ, ഫസ്റ്റ് NBFC ആണ് സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ഡെഡിക്കേറ്റഡ് ടു മാരിടൈം സെക്ടർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. ഇറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ആസ് എ മഹാരത്ന CPSC. മഹാരത്ന ആയിട്ടാണോ ക്ലാസിഫൈ ചെയ്തത്? മിനിരത്നയാണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 1 ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ലോക്പാൽ ഓഫ് ഇന്ത്യ. ലോക്പാൽ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 16th January ഈസ് ഒബ്സർവ്ഡ് ആസ് ലോക്പാൽ ഡേ. യെസ്, 16th January തന്നെയാണ് അത് ഫൗണ്ട് ചെയ്തത്. ലോക്പാൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് 16th January ആണ്.
കറണ്ട് മോട്ടോ ഓഫ് ലോക്പാൽ ഇന്ത്യ ഈസ് എംപവർ സിറ്റിസൻസ് എക്സ്പോസ് കറപ്ഷൻ. അതെ, പുതിയ മോട്ടോ അവർ അഡോപ്റ്റ് ചെയ്തു, അതാണ് നമ്മൾ ന്യൂസിൽ പഠിച്ചത്. അപ്പോൾ എംപവർ സിറ്റിസൻസ് എക്സ്പോസ് കറപ്ഷൻ ആയിരുന്നു അവരുടെ കറണ്ട് മോട്ടോ. അപ്പോൾ ബോത്ത് 1 and 2 കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ലെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു പ്രതിഭ സെറ്റു. പ്രതിഭ in Pratibha Setu stands for Professional Resource and Talent Integration Bridge for Hiring Aspirants. ഇതായിരുന്നില്ലേ പ്രതിഭയുടെ ഫുൾ ഫോം? യെസ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ പ്ലാറ്റ്ഫോം വാസ് ഫോർമലി നോൺ ആസ് ദ പബ്ലിക് ഡിസ്ക്ലോഷർ സ്കീം. PDS എന്നായിരുന്നു ഈ പ്ലാറ്റ്ഫോമിനെ വിളിച്ചിരുന്നത് മുന്നേ. സോ ഇത് രണ്ടും സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ regarding Estimates Committee. First statement നോക്കൂ. It was established in 1950 after the constitution came into force. 1950 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലേ? യെസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ഇസ് എ ജോയിൻറ്റ് കമ്മിറ്റി ഓഫ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. ബോത്ത് ലോക്സഭയുടെ രാജ്യസഭയുടെ ജോയിൻറ്റ് കമ്മിറ്റിയാണത്? അല്ലല്ലോ, പാർലമെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്മിറ്റിയാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് അല്ലേ? സോ ഓപ്ഷൻ എ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റുള്ളൂ. സോ ഓപ്ഷൻ എ 1 ഓൺലി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. നമ്മുടെ നാഷണൽ ന്യൂസും അപ്പോയിൻമെൻറ്റ്സും ഇൻഡെക്സ് ആൻഡ് റിപ്പോർട്ട്സാണ് ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്തത്, ജൂണിലത്തെ.